ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലൂ ലോക്ക് എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 1 16ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡോട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്ക് ആയെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ആ പോട്ട് സമയങ്ങളായ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് തലേണ എറിഞ്ഞുകൊണ്ട് കളിക്കുന്ന നാഗിനെയും ബാറോനെയാണ്. അവിടെ മൊത്തം പൊടിയാക്കിയെന്ന് പറഞ്ഞ് ബാറോ ഇസഗിയോട് പുറത്തു പോകാൻ പറയുന്നു. നമ്മുടെ ബാറോ കുറച്ച് വൃത്തിയുടെ ഒക്കെ അസുഖമുള്ള ഒരാളാണ്. അലങ്കോലമായി കിടക്കുന്ന ബെഡ്ഷീറ്റ് ഒക്കെ കണ്ട് അവൻ നല്ല രീതിയിൽ വിരിച്ചു കൊടുക്കുന്നു. നീ ഇന്നു മുതൽ ഒരു രാജാവല്ല, ഒരു മെയ്ഡാണ് എന്ന് പറയുവാണ് നാഗി. നീ എന്തൊക്കെയാ കാണിക്കുന്നേ? നീ ഭയങ്കര വെറുപ്പിക്കലാണല്ലോടെ. നീ എന്താ വിളിച്ചേ? ഞാനൊരു വെറുപ്പിയാണെന്നാണോ? അതെ, നീ ഒരു വെറുപ്പി തന്നെയാ. ഡേയ്, എന്റെ ഡാഡി ഇതറിഞ്ഞാലുണ്ടല്ലോ. ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത കുറച്ച് നിയമങ്ങളുണ്ട് ഇവിടെ. രാത്രി 9 മണി കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങാൻ പോവും. അത് കഴിഞ്ഞാ പിന്നെ ഇവിടെ ലൈറ്റ് ഇടരുത്. ഇത് കേട്ട ഇസഗി അവനെ തന്നെ നോക്കുന്നു. അവന്റെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് അവന് നല്ല ബോധ്യമുണ്ട്. ചില കാര്യങ്ങൾ ശരിയായിട്ട് നടന്നില്ലെങ്കിൽ അതിൽ അവൻ ഒരിക്കലും തൃപ്തനാകില്ല. ഒരുപക്ഷെ റൂൾസ് എന്ന് പറയുന്നതേ ഞാനാ എന്നവൻ പറയുന്ന മനോഹരമായിട്ടുള്ള വാചകൻ തന്നെയാവും അവന്റെ സ്വാർത്ഥതയുടെ പിന്നിലെ ശക്തി. അവന്റെ ഉള്ളിലെ ജീനിയസിനെ മനസ്സിലാക്കാൻ എനിക്ക് അവനെ ഒരുപാട് അടുത്തറിയണം എന്ന് പറഞ്ഞ് ഇസഗി ബാറോയെ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നു. നമ്മൾ പരസ്പരം മനസ്സിലാക്കിയില്ലെങ്കിൽ അതിൽ കെമിക്കൽ റിയാക്ഷൻ ഒന്നും സംഭവിക്കില്ല. എന്നാൽ ഇസഗിയും നാഗിയും അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാറോ അവിടെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ഡെയിലി റൊട്ടീൻസ് ഒക്കെ ചെയ്യുന്നത് കണ്ട് ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവനെന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? കുറെ നേരം ആയല്ലോ ഇത് എന്ന് പറഞ്ഞ് നാഗി അവനെ പ്രാക്ടീസിന് വിളിക്കുന്നു. ഒരു 40 മിനിറ്റ് കൂടി, അത് കഴിഞ്ഞിട്ട് വരാം എന്ന് ബാറോയും പറയുന്നു. ഇവന്റെ ഈ കാഠിന്യമേറിയിട്ടുള്ള ട്രെയിനിങ് കാരണമാണ് ഇവന്റെ ഈ ഫിസിക്കൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതെന്നാ എനിക്ക് തോന്നുന്നത്. അവന്റെ കൂടെ നമ്മളും ട്രെയിനിങ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കും അതുപോലെ ഒരു ഫിസിക് ഉണ്ടാവും എന്ന് പറഞ്ഞ് ഇസഗിയും നാഗിയും അവന്റെ കൂടെ ട്രെയിനിങ് ചെയ്യുന്നു. ഞങ്ങൾ 3 പേരും തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷൻ തീർച്ചയായിട്ടും ഞാൻ നടത്തും എന്ന് പറയുവാണ് ഇസഗി. പിന്നീട് നമ്മൾ കാണുന്നത് ബ്ലൂ ലോക്കിന്റെ സെക്കൻഡ് സെലക്ഷൻ ആരംഭിച്ചതിന്റെ ഭാഗമായിട്ട് മീഡിയാസിനെല്ലാം റിപ്പോർട്ട് കൊടുക്കുന്ന ആൻഡ്രീനെയാണ്. സെക്കൻഡ് സെലക്ഷനിൽ ടീമിലെ മറ്റു പ്ലേയേഴ്സിന്റെ കഴിവുകൾ മനസ്സിലാക്കി അതിനേക്കാൾ വളരണമെന്നുള്ള ഒരു കാഴ്ചപ്പാട് ഓരോരുത്തരിലും ഉണ്ടാക്കും. നമുക്കിപ്പോ വേണ്ടത് ജപ്പാനിലെ അടുത്ത താരത്തെയാണ്. പെട്ടെന്ന് വന്ന് എല്ലാവരെയും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ജീനിയസ് ഹൈസ്കൂൾ പ്ലെയറിനെ നമ്മൾ സൃഷ്ടിച്ചു. ഞങ്ങളിപ്പോ സെക്കൻഡ് സെലക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ആൻഡ്രി പറയുന്ന സമയത്ത് പെട്ടെന്ന് ഈഗോ ഇടയിൽ കയറുന്നു. വളരെ തിരക്കുള്ള ഒരു സ്റ്റാറിനെ വേണോ നിങ്ങൾക്ക്? ഇതെല്ലാം തടയാൻ ശ്രമിക്കുന്ന ഇവിടെ ഇരിക്കുന്ന പലരും പണത്തോട് ആക്രാന്തമുള്ളവരാണ്. എത്രയെത്ര ജീനിയസിനെയാണ് അത് കാരണം നമുക്ക് നഷ്ടമായത്. നിങ്ങൾ ചെയ്യുന്നത് തൽക്കാലത്തേക്ക് ഒരു ജീനിയസിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഒഴുക്കിന്റെ കൂടെ പോകുന്ന മണ്ടന്മാരായിട്ടുള്ള ആരാധകർ പ്രാദേശിക തലത്തിൽ ഈ പ്ലെയറിനെ സ്നേഹിക്കുന്നു. ടീഷർട്ടിനും ടിക്കറ്റിനും വേണ്ടി അവർ ഒരുപാട് പണം ചിലവാക്കുന്നു. ഇങ്ങനെയുള്ള ജീനിയസ് പ്ലേയേഴ്സ് യാതൊരുവിധ മുൻകരുതലും എടുക്കാതെ വിദേശ യാത്രകൾ നടത്തുന്നു. എന്നാൽ 2-3 വർഷങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും വരുന്നു. കാരണം കൾച്ചറൽ ആൻഡ് ലാംഗ്വേജ് ബാരിയേഴ്സ്. അത് കാരണം അവരാഗ്രഹിക്കുന്ന റിസൾട്ട് നേടാൻ അവരെ കൊണ്ട് സാധിക്കില്ല. അങ്ങനെ ഡൊമസ്റ്റിക് ലീഗിൽ ഒരു മിഡ് ലെവൽ പ്ലെയർ ആയിട്ട് ബാക്കി ജീവിതം അവർ ചെലവഴിക്കുന്നു. നിങ്ങൾ ഈ ചക്രം തകർത്തില്ലെങ്കിൽ ജാപ്പനീസ് ഫുട്ബോൾ എന്നേക്കുമായിട്ട് 3ാമത്തെ ടെസ്റ്റ് ആയി തുടരും. ലോകത്തിലെ ബെസ്റ്റ് സ്ട്രൈക്കറെ സൃഷ്ടിക്കുക എന്നുള്ളത് ഒരു സ്വപ്നം മാത്രമായിട്ട് മാറും. ഇതൊക്കെ കേട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്പോൺസർ, ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും കൂടുതൽ ഒരുപാട് ചെലവുകളുണ്ട്, പണം ഉണ്ടാക്കുന്നതും ഒരു പരിധി വരെ ആവശ്യമാണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ജീനിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ജന്മനാ കിട്ടുന്ന കഴിവാണോ അത്, അതോ ട്രെയിനിങ്ങിനിടയിൽ കിട്ടുന്ന വല്ല ശക്തിയുമാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെയൊന്നുമല്ല. ബട്ട് എ ഡയമണ്ട്സ് ഇൻ ദ റഫ്. ഒരു പ്ലെയറിന് തന്റെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെ ജീനിയസ് എന്ന് വിളിക്കാം. ബ്ലൂ ലുക്കിൽ വെച്ച് ഒരു ജീനിയസിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഡ്രീം എന്ന് പറയുവാണ് ഈഗോ. പിന്നീട് നമ്മൾ കാണുന്നത് റൂമിലോട്ട് വരുന്ന നാഗിയെയും ഇസഗീനെയാണ്. അവരുടെ സാധനങ്ങളും റൂമെല്ലാം ക്ലീൻ ആൻഡ് നീറ്റ് ആക്കി വെച്ച് ബാറോ അവിടെ കിടന്നുറങ്ങുന്നു. ഇവന് ആളൊരു പുലിയാണെങ്കിലും ആള് പാവാ എന്ന് പറഞ്ഞ് നാഗി അവിടെ കിടന്നുറങ്ങുന്നു. അവിടെ കട്ടിത നമ്മൾ കാണുന്നത് കുനിഗാമിനെയും റിയോനെയും ചീഗിരിനെയും ആണ്. വളരെ നല്ല രീതിയിൽ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. അവരുടെ ട്രെയിനിങ് എല്ലാം അവസാനിച്ച് ഇസഗിയും മറ്റുള്ളവരും മുന്നോട്ട് തന്നെ വന്നു കാണുമെന്ന് അവർ ചിന്തിക്കുന്നു. ഇനി അവർ ഏത് ടീമിന്റെ കൂടെയാണ് മത്സരിക്കേണ്ടതെന്ന് അവർ തീരുമാനിക്കുന്നു. ഒരു സാധാരണ ടീമിന്റെ കൂടെയാണ് അവർ മത്സരിക്കുന്നതെങ്കിൽ അതിൽ വിജയിച്ചാൽ ഒരു സാധാരണ വ്യക്തിയെ മാത്രമേ അവരെ കൊണ്ട് തിരഞ്ഞെടുക്കാൻ സാധിക്കൂ. നിനക്കെന്ത് തോന്നുന്നു റിയോ എന്ന് ചോദിക്കുകയാണ് ചീഗിരി. നാഗിയെ തോൽപ്പിക്കാൻ പറ്റുന്നിടത്തോളം നേരം എനിക്ക് വേറെ യാതൊന്നും പ്രശ്നമല്ല. ഞാനില്ലാതെ അവനെ കൊണ്ട് പറ്റില്ലെന്ന് ഞാൻ അവന് തെളിയിച്ചു കൊടുക്കും. ഇത് നിന്റെ റിഗ്രറ്റ് ആണോ? അല്ല, ഇതെന്റെ റിവെഞ്ച് ആണ് എന്ന് പറയാണ് റിയോ. പിന്നീട് നമ്മൾ കാണുന്നത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന നാഗിയെയും ഇസഗിയെയും ബാറോനെയുമാണ്. ബാറോയുമായി ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തണമെന്ന് ഇസഗി ആഗ്രഹിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് കാര്യങ്ങളെല്ലാം ബാറോയോട് ചോദിച്ചറിയാൻ വേണ്ടി അവൻ ശ്രമിക്കുന്നു. നിനക്ക് ഒറ്റയ്ക്ക് സ്കോറുകൾ എടുക്കാം, പക്ഷെ അത് മാത്രം നിന്റെ ടീമിനെ വിജയിപ്പിക്കില്ല എന്ന് ഇസഗി അവനോട് പറയുന്നു. അത് തെറ്റാ. എന്റെ ലക്ഷ്യത്തിലൂടെ വിജയിക്കുക.
ഞാനൊരിക്കലും എന്റെ നിയമം മാറ്റില്ല. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾ ടീം പ്ലേ ഉപയോഗിക്കണം. എനിക്ക് അതിന്റെ ആവശ്യമില്ല. എനിക്ക് പകരം എന്തുകൊണ്ട് നീ അവനെ തെരഞ്ഞെടുത്തില്ല എന്ന് ബാറോ ഇസഗിയോട് ചോദിക്കുന്നു. തീർച്ചയായിട്ടും ഞാനും നാഗിയും ഒരുമിച്ച് പോവുമായിരുന്നു. എന്ന കെമിക്കൽ റിയാക്ഷൻ നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും. ഞാൻ അവന്റെ വെപ്പൺ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കത് മതിയാവില്ല. ഷൂട്ടിംഗ് റേഞ്ച് 28 മീറ്റേഴ്സും ബുൾഡോസർ അറ്റാക്കും ജീവിതകാലം മുഴുവൻ ഞാൻ ശ്രമിച്ചാലും എന്നെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്തതാണ്. എന്റെ കൂടെ ചേർന്ന് നിങ്ങളുടെ കഴിവ് കൂടി ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് വിജയിക്കാനുള്ള സാധ്യത കൂട്ടും. എന്നാൽ ഇത് കേട്ട് ഒന്നും മിണ്ടാതെ ബാറ അവിടെ നിന്നും പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കുളിച്ചുകൊണ്ടിരിക്കുന്ന ഇസഗീനെയാണ്. ബാറോടെ കൂടെ ചേർന്ന് ട്രെയിനിങ് ചെയ്യുന്ന അവന് ഒരുപാടധികം ക്ഷീണം തോന്നുന്നു. അവൻ എങ്ങനെയാ ഡെയിലി ഇത് ചെയ്യുന്നേ എന്ന് ചിന്തിക്കുന്ന സമയത്താണ് അവന്റെ കൂടെ ഇരുന്ന് കുളിച്ചുകൊണ്ടിരിക്കുന്ന കുനിഗാമി അവൻ കാണുന്നത്. അവരെ കണ്ട് പരസ്പരം അവർ ഞെട്ടിത്തെരിച്ച് നിൽക്കുവാണ്. നീ ഇപ്പോഴും തേർഡ് സ്റ്റേജിൽ തന്നെ നിൽക്കുവാണോ എന്ന് ചോദിക്കുകയാണ് കുനിഗാമി. സോ നടന്ന കാര്യങ്ങളെല്ലാം ഇസഗി അവരോട് പറയുന്നു. അല്ല, നിന്റെ പാർട്ട്ണർ അവിടെ എന്ന് ഇസഗി അവരോട് ചോദിക്കുന്ന സമയത്താണ് ചീഗിരി അങ്ങോട്ട് വരുന്നത്. ഹേ ചീഗിരി എന്ന് വിളിച്ചോണ്ട് ഇസഗി സന്തോഷിക്കുന്നു. എന്നാ പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരും ഇസഗി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നീ പോകുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഞങ്ങളെ വിളിക്കാഞ്ഞേ? എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ വിളിക്കണമെന്ന് വിചാരിച്ചതാ. പക്ഷെ അപ്പോഴാ നാഗി അങ്ങോട്ട് ഹേയ് നിങ്ങൾ എന്നെ പറ്റിയാണോ പറയുന്നേ എന്ന് പറഞ്ഞ് വെള്ളത്തിൽ നിന്നും പൊന്തി വരുവാണ് നാഗി. നിന്റെ സ്ഥാനത്ത് ഞാൻ ആയിരുന്നെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവനെ തന്നെ ആയിരിക്കും തെരഞ്ഞെടുക്കുക എന്ന് ചീഗിരി അവനോട് പറയുന്നു. ഇതേ സമയമാണ് ബാറോ അങ്ങോട്ട് വരുന്നത്. ഡേയ്, പബ്ലിക് ബാത്റൂമിൽ ഇങ്ങനെ നീന്താൻ പാടില്ല. കുറച്ചു നേരം നീന്തുന്നതുകൊണ്ട് കുഴപ്പമില്ല. അധിക നേരം അതിനകത്ത് കടന്നു കഴിഞ്ഞാൽ നിന്റെ ഉമ്മനീരൊക്കെ അതിലാവും. മര്യാദക്ക് എഴുന്നേറ്റ് വാടാ എന്ന് പറഞ്ഞ് ബാറോ അവനെ വിളിച്ച് പുറത്തോട്ടിടുന്നു. ശരി, അതൊക്കെ പോട്ടെ. അടുത്തതായിട്ട് നിങ്ങൾ ആരുമായിട്ടാ മാച്ച് കളിക്കുന്നേ എന്ന് ചോദിക്കുകയാണ് ഇസഗി. അടുത്തതായിട്ട് ഞങ്ങൾ കളിക്കാൻ പോകുന്നത് നിങ്ങളുമായിട്ടാണ്. അതിനു വേണ്ടിയിട്ടാ ഇവരുമായിട്ട് ഞാനൊരു ടീം ക്രിയേറ്റ് ചെയ്തത് എന്ന് പറഞ്ഞ് റിയോ അങ്ങോട്ട് വരുന്നു. റിയോയെ കണ്ടനാക്കി റിയോ എന്ന് വിളിക്കുന്നു. വേണ്ട, മതി. നീയും ഞാനും ഇപ്പോ ശത്രുക്കളാണ് നാഗി. എന്നെ നീ ഒഴിവാക്കി, അതിനുള്ള പ്രതികാരം ഞാൻ ചെയ്തിരിക്കും എന്ന് റിയോയും പറയുന്നു. സോ ഇസഗിയുടെ ടീമിനെ ഇവരുടെ കൂടെ കളിക്കാൻ വേണ്ടി വിളിക്കുവാണ് റിയോ. ഇസഗിയും അതിന് സമ്മതിക്കുന്നു. സോ 24 മണിക്കൂർ കഴിഞ്ഞാൽ അവരുടെ മാച്ച് ആരംഭിക്കും. വരാനിരിക്കുന്ന മാച്ചിന്റെ ഭാഗമായിട്ട് അവർ പ്ലാനിംഗ് എല്ലാം ചെയ്യുന്നു. ബാറോക്ക് എല്ലാവരെയും മറികടന്ന് ബോളും കൊണ്ട് മുന്നോട്ട് പോവാൻ സാധിക്കും. ഞാനും നാഗിയും ചേർന്ന് അവരെ ലോക്ക് ചെയ്യും. ഫിനിഷിംഗ് ടച്ചിൽ പരസ്പരം കൈമാറി നമ്മളെ കൊണ്ട് ഗോൾ അടിക്കാൻ സാധിക്കും. ഇത് കേട്ട് ബാറോ, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ബോൾ കിട്ടിയാൽ നിങ്ങൾ എനിക്ക് വേണം പാസ് ചെയ്യാൻ. ഇല്ല, നിനക്ക് പാസ് ചെയ്താ നീ ഒരിക്കലും തിരിച്ച് പാസ് ചെയ്യില്ല എന്ന് പറയാണ് നാഗി. ഇത് കണ്ട് ഇസഗി, ഇവർ രണ്ടുപേരും ഒരിക്കലും ഒരുമിച്ച് പോവില്ല. ഇവരെ രണ്ടുപേരെയും കൺട്രോൾ ചെയ്യേണ്ടത് എന്റെ ചുമതലയാ എന്ന് ചിന്തിക്കുന്നു. ഇസഗി, നിനക്ക് വേറെ ടീമിനെ വേണമെങ്കിലും തെരഞ്ഞെടുക്കാമായിരുന്നല്ലോ. അവരങ്ങനെ ഒരു ഓഫർ വെച്ച സമയത്ത് നീ എന്തിനാ അത് സമ്മതിച്ചേ എന്ന് ചോദിക്കുകയാണ് നാഗി. അവരുടെ മുമ്പിൽ ഒട്ടും താന്നു കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതാ ആ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചത്. ഓ, അതെന്തായാലും നന്നായി. കുനിഗാമിയെ പോലെയുള്ള ഒരു പ്ലെയറിനെ ആയിരിക്കും നമ്മളിതിൽ വിജയിച്ച ഞാൻ തെരഞ്ഞെടുക്കുക എന്ന് പറയാണ് ബാറോ. റിയോയെ ആയിരിക്കും ഞാൻ തെരഞ്ഞെടുക്കുക എന്ന് നാഗിയും പറയുന്നു. ടോപ്പ് 3 ആയിട്ടുള്ള അവന്മാരുടെ കയ്യിൽ നിന്നും ബാച്ചറിയെ തിരിച്ചെടുക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു പ്ലെയറിനെ ആവശ്യമാണ്. ആ ഒരു സിറ്റുവേഷനിൽ ആ പ്ലെയർ ആരാണെന്നാണോ എനിക്ക് തോന്നുന്നത് അവരെയായിരിക്കും ഞാൻ തെരഞ്ഞെടുക്കുക എന്ന് ഇസഗിയും പറയുന്നു. നമുക്കെല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള പ്ലേയേഴ്സിനെയാണല്ലേ ആവശ്യം. അതുവിട്, ഇതൊന്നും ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളാണ് തോൽക്കുന്നതെങ്കിൽ നമ്മളിൽ ഒരാൾ അവരെ തിരഞ്ഞെടുക്കും. പക്ഷേ ഒരിക്കലും നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല. ഇനിയും ട്രെയിനിങ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് ഇസഗിയും മറ്റുള്ളവരും ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇതേ സമയം കുനിഗാമിയും മറ്റുള്ളവരും അവരുടെ ടീമിന്റെ ഭാഗമായിട്ടുള്ള പ്ലാനിംഗ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റിയോ, നീ എപ്പോഴും ഫീൽഡിൽ ഇറങ്ങി കളിക്കണം. ഞങ്ങൾ രണ്ടുപേരും അവരെ ബ്ലോക്ക് ചെയ്തോളാം എന്ന് പറയുവാണ് കുനിഗാമി. എനിക്ക് അവരെ തോൽപ്പിക്കണം. ആ ഇസഗിയുടെ കൂടെ എനിക്ക് കളിക്കണം എന്ന് നാഗി പറഞ്ഞത് അവൻ ആലോചിക്കുന്നു. ഞാൻ അവനെ പൂട്ടിയിട്ട് അവൻ തെറ്റായിട്ടുള്ള തീരുമാനമാണ് എടുത്തതെന്ന് തെളിയിക്കും. ഇത് കേട്ട് കുനിഗാമി, ഓ അങ്ങനെയാണെങ്കിൽ ബാറോടെ ശരീരഘടനയൊക്കെ നോക്കിയിട്ട് ഞാൻ അവനെ നോക്കിക്കോളാം. ഞാൻ നാഗിയെ തെരഞ്ഞെടുക്കൂ. സോ നാഗിയെ എങ്ങനെയെങ്കിലും തോൽപ്പിച്ച് പുറത്താക്കണമെന്നാണ് റിയോ തീരുമാനിച്ചിരുന്നത്. അവിടെ കട്ടിത നമ്മൾ കാണുന്നത് അരിയൂനെയാണ്. അവരുടെ കൂടെ കളിക്കാൻ വേണ്ടി അവൻ ഓരോ ടീമിനെയും ക്ഷണിക്കുന്നു. എന്നാൽ ഒരു ടീമും അവരുടെ കൂടെ കളിക്കാൻ തയ്യാറാവുന്നില്ല. കാരണം മികച്ച 4 പേരാണ് അവരുടെ ടീമിലുള്ളത്. സോ ആരും തന്നെ അവരുടെ കൂടെ കളിക്കാത്തത് കണ്ട് ആ യോഷി ടെൻഷൻ ആവുന്നു. ഇതോ കണ്ട് ബാച്ചിറ, എന്തായാലും എനിക്കിനി കളിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഇസഗിയുടെ ടീമിനായിട്ട് ഞാൻ കാത്തിരിക്കുക. പക്ഷെ അവരിവിടെ എത്തിയില്ലെങ്കിലോ? ഇല്ല, എനിക്ക് ഉറപ്പുണ്ട് തീർച്ചയായിട്ടും അവരിവിടെ എത്തും. പിന്നീട് നമ്മൾ കുനിഗാമിയുടെ ടീമുമായിട്ട് കളിക്കാൻ തയ്യാറായിരിക്കുന്ന ഇസഗിനെയും മറ്റുള്ളവരെയാണ് കാണുന്നത്. മറ്റൊരു ഭാഗത്ത് റിംഗ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവന്റെ അടുത്തോട്ട് വരുവാണ് ബാച്ചിറ. ഹേയ്, നിങ്ങൾ നിങ്ങളുടെ ചേട്ടനേക്കാൾ മികച്ചതാവാൻ വേണ്ടിയിട്ടാണല്ലേ ഫുട്ബോൾ കളിക്കുന്നത് എന്ന് വെച്ചാ അതിനർത്ഥം എന്താ? പ്രത്യേകിച്ച് റീസൺ എന്തെങ്കിലും ഉണ്ടോ? ഫുട്ബോൾ കളിക്കുമ്പോ നിങ്ങളെപ്പോലെ സങ്കടപ്പെടുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. സോ എന്റെ കൂടെ കളിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ബോർ അടിക്കില്ല എന്ന് പറയുവാണ് ബാച്ചിറ.
സോ ചീഗിരിയും കുനിഗാമിയും റിയോയും ഇസഗിയുടെ ടീമുമായി ഏറ്റുമുട്ടാൻ തയ്യാറായിരിക്കുന്നു. ടീം വൈറ്റിലെ ബാറയാണ് ഫസ്റ്റ് കിക്ക് എടുക്കുന്നത്. എന്നാൽ അവനെ തടയാൻ വേണ്ടി കുനിഗാമി അവന്റെ മുമ്പിലോട്ട് വരുന്നു. കുനിഗാമി ബോളിന്റെ അടുത്തോട്ട് വരും തോറും ബാറോ ബോളും കൊണ്ട് അകന്നകന്നു പോകുന്നു. അവൻ എന്ത് ഈ ചെയ്യുന്നേ? ലക്ഷ്യത്തിൽ നിന്നും ഡ്രിബിളിംഗ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അവനൊരു വഴി കൊടുക്കും. സോ ബാറോയുടെ ഷൂട്ടിംഗ് റേഞ്ച് തടയാനാണ് അവൻ ശ്രമിക്കുന്നത്. ഇത് കണ്ട ഇസഗി ബോൾ എടുക്കാൻ വേണ്ടി ബാറോയോട് പാസ് ചോദിക്കുന്നു. മിണ്ടാണ്ടിരിക്കി ഡോങ്കി, ഇവനെ പോലെയുള്ള ഒരുത്തിനെ മറികടക്കാൻ എന്നെ കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞ് കുനിഗാമിയെ മറികടന്ന് പോകാൻ വേണ്ടി ശ്രമിക്കുവാണ് ബാറോ. ഇവൻ എന്താ ഇങ്ങനെ? ഇവൻ എന്തൊരു സ്വാർത്ഥനാ? ഇനി നമ്മൾ എന്ത് ചെയ്യും ഇസഗി എന്ന് ചോദിക്കുകയാണ് നാഗി. ഹേയ് വെയിറ്റ് ചെയ്യേ, നമ്മളിപ്പോ ഇവിടെ തന്നെ ഹോൾഡ് ചെയ്യണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് റിയോ അവന്റെ പുറകിലൂടെ വരുന്നത്. ബാറോയുടെ കയ്യിലുള്ള ബോൾ തട്ടിയെടുക്കാനുള്ള ശ്രമമാണെന്ന് മനസ്സിലാക്കിയ ഇസഗി ബാറോയോട് വീണ്ടും പാസ് ചോദിക്കുന്നു. എന്ന് പെട്ടെന്നാണ് ഇസഗിനെയും തള്ളി മാറ്റിക്കൊണ്ട് ബാറോയുടെ കയ്യിലുണ്ടായിരുന്ന ബോൾ അവൻ തട്ടിയെടുക്കുന്നത്. ടീം വൈറ്റിന്റെ ഗോൾ പോസ്റ്റിനെ ലക്ഷ്യമാക്കി റിയോയും കുനിഗാമിയും ഓടി വരുന്നു. അവരുടെ മുമ്പിൽ നിൽക്കുന്നത് ഇസഗി മാത്രമാണ്. എന്തൊക്കെ സംഭവിച്ചാലും ഇവരെ തടഞ്ഞേ പറ്റൂ. ബാറോയുടെ പവർഫുൾ ആയിട്ടുള്ള ഷോട്ട് തടയാൻ വേണ്ടിട്ടാ കുനിഗാമി അവനെ തടഞ്ഞത്. എനിക്ക് ഇവരെ തടയാൻ സാധിക്കുമോ? ഇവരാർക്കായിരിക്കും പാസ് കൊടുക്കാൻ പോകുന്നേ എന്ന് പറഞ്ഞ് റിയോയും കുനിഗാമിയും മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസഗി. പെട്ടെന്നാണ് റിയോ ബോൾ പാസ് ചെയ്യുന്നത്. കുനിഗാമിയുടെ അടുത്തോട്ടാണെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്ന സമയത്താണ് ഒരു സൈഡിലൂടെ ഓടി വന്ന ചീഗിരി അവർ കാണുന്നത്. അങ്ങോട്ട് വന്ന ചീഗിരി നാഗിയായി മറികടന്ന് ഗോൾ പോസ്റ്റിനെ ലക്ഷ്യമാക്കി ഓടുന്നു. അവന്റെ വേഗതയെ പിടിച്ചു നിൽക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ ചീഗിരി ടീം വൈറ്റിനെതിരെ ഒരു ഗോൾ അടിക്കുന്നു. സോ ഫസ്റ്റ് ഗോൾ കരസ്ഥമാക്കിയ ടീം റെഡിനെ കണ്ട് ഇവർ അവരെ തന്നെ നോക്കുന്നു. എന്തുകൊണ്ടും ഒരു മികച്ച ടീമാണിവർ. എന്തൊക്കെ സംഭവിച്ചാലും ഇവരെ തോൽപ്പിച്ചേ പറ്റൂ എന്ന് ചിന്തിക്കുകയാണ് നാഗി. അതെ, ഒരിക്കലും ഇവരുടെ മുമ്പിൽ നമ്മൾ തോറ്റു കൊടുക്കരുത് എന്ന് പറയുവാണ് ഇസഗി. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇസഗിയുടെ ടീമിലെ ഏറ്റവും നല്ലൊരു പ്ലെയർ ആണ് ബാറോ. എന്നാൽ എന്തൊക്കെ സംഭവിച്ചാലും അവൻ മറ്റൊരാൾക്ക് ബോൾ പാസ് ചെയ്യില്ല. അത് കാരണം തന്നെ അവന്റെ കയ്യിൽ നിന്നും വളരെ സിമ്പിൾ ആയിട്ട് മറ്റുള്ളവർക്ക് ബോൾ തട്ടിയെടുക്കാൻ സാധിക്കും. സോ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത ദിവസം വരാതെ ബൈ.